ഇത് ഇങ്ങനെ ഓരോ മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ വലിയ സ്ക്രീൻ ആക്കി നമുക്ക് മാളുകളിലൊക്കെ കാണുന്ന കോർണർ വാളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ട് സൈഡിലും ഒരുമിച്ച് കാണണമെങ്കിൽ കാണാം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും കാണാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് സ്ക്രീൻ ഇതേപോലെ കയ്യിൽ നമുക്ക് കൊണ്ടു നടക്കാനുള്ള ഇത്ര മാത്രം കുഞ്ഞൻ സാധനമാണ്. നമുക്ക് വലിച്ചെടുക്കാം. ഓ, അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന സമയത്തിന് ഇങ്ങനെ അയച്ചെടുക്കാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇത് എങ്ങോട്ടും ഇതിങ്ങനെ ഒടിക്കാൻ പറ്റും. അതെ അതെ അതെ. ഏറ്റവും ചെറിയ മുതൽ മുടക്കില് സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഓപ്ഷനാണ് ഇത്. നമ്മുടെ LED സ്ക്രോളിംഗ് ബോർഡാണ്. ഇത് റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, ഗ്രീൻ കളർ, വൈറ്റ് കളർ. F0 എന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിപ്പാലത്താണ്. ബ്രൈറ്റ് വേ LED എക്സ്പീരിയൻസ് സെന്ററിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് പല സ്ഥലങ്ങളിലുമായിട്ട് ഏറ്റവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് LED വാൾസ് അല്ലെ. ഈ LED വാൾസ് നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ബ്രൈറ്റ് വേ എന്ന് പറയുന്നത്. ബ്രൈറ്റ് വേയുടെ ഓണർ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്, ഷാനവാസ്ക. ഈ ഒരു മേഖലയിലേക്ക് നിങ്ങൾ വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 2012 വന്നതാണ്. 2012, ഏകദേശം 13 വർഷം കഴിഞ്ഞു. ഓക്കെ, ഇത് ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ആവശ്യം വരുന്നത്? ഇത് രണ്ട് തരത്തിലുള്ള LED വാളുകളുണ്ട്. ഒന്ന് ഇൻഡോർ ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. ഇൻഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാളുകൾക്കുള്ളില്, കോളേജുകൾക്കുള്ളിൽ, അതുപോലെ തന്നെ ഷോപ്പുകളുടെ ഉള്ളിൽ, അങ്ങനെ ഇൻഡോർ മഴ നനക്കാൻ പറ്റില്ല, ബ്രൈറ്റ്നെസ് കുറവായിരിക്കും, വെയിലടിച്ചു കഴിഞ്ഞാൽ ഇത് കാണില്ല. അതുപോലെ തന്നെ ഔട്ട്ഡോർ വാളുകളുണ്ട്. ഇത് നമ്മൾ പുറം സൈഡുകളിൽ മഴ നനഞ്ഞാലും കുഴപ്പമില്ല, വെയിലടിച്ചാലും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അത്തരം വാളുകളാണ് ഔട്ട്ഡോർ വാളുകൾ. ആ വെക്കുന്നത് സാധാരണ ജ്വല്ലറികൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസുകൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ പുറത്ത് നമ്മൾ കാണുന്നതാണ് അതെ ഔട്ട്ഡോർ LED വാളുകൾ. ഇത് കൂടാതെ നമ്മൾ ഇവന്റ്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്റ്റേജിൽ. അതെ, ഇവന്റ്സിൽ കാണുന്നത് നമ്മൾ മിക്കവാറും ഇൻഡോർ വാളുകളാണ് നമ്മൾ ഇവന്റ്സിൽ വെക്കാറുള്ളത്. ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ എന്ന് പറയുന്നത് നമ്മൾ റെന്റൽ ആയിരിക്കും. റെന്റലാണ്. അപ്പൊ ഈ രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ട്? രണ്ടും ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന LED പാനലുകൾ. ഇത് വരുന്നത് P1.5 ആണ്. ഇത് 1.5 മീറ്റർ ദൂരെ നിന്നാണ് ഇതിന് ക്ലാരിറ്റി ഉണ്ടാവുക. ഇത് 1.8 ആണ്. കുറച്ചുകൂടെ ഗ്യാപ്പ് വന്നു. ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഗ്യാപ്പ് വന്നു. അതെ അതെ അതെ. ഇത് P2.5, ഇത് P3, അങ്ങനെ ഇത് P4, ഇതും P4. ഇത് P4 ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇത് എങ്ങോട്ടും ഇതിങ്ങനെ ഒടിക്കാൻ പറ്റും. അതെ അതെ അതെ. അത് ശരി, LED ആണ് ഇങ്ങനെ ഒടിച്ച് മടക്കുകയൊക്കെ ചെയ്യുന്നത്. അതെ, ഇതിങ്ങനെ ഷേപ്പിലാക്കാം, ഏത് ഷേപ്പിലും ചെയ്യാം. അടിപൊളി. ഇത് പിന്നെ P6 ആണ്. ഇത് P6.6, ഇത് P10. ഇതാണ് മാർക്കറ്റിൽ ഏറ്റവും ദൂരെ നിന്ന് കാണേണ്ട സാധനം. ഇതിന് മുകളിൽ വേറെ ഉണ്ട്. ഇപ്പൊ മാർക്കറ്റിൽ കാണുന്നതിൽ ഇത് 10 മീറ്റർ ദൂരെ നിന്ന് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് നിന്ന് അതിന്റെ ഉള്ളിലേക്ക് വന്നാൽ ഈ ഡോട്ട്സ് ഇങ്ങനെ കാണും. ഇത് 6 മീറ്റർ ദൂരം. അങ്ങനെ ഇതിന്റെ പിക്സൽസിന് പറയുന്നത് മീറ്റർ ദൂരം ആണ് ഇതിന് ക്ലാരിറ്റി ഉണ്ടാവുക. നമ്മളിവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ, ഇങ്ങനെയൊക്കെ പരിപാടികൾ ഇതിന്റെ പുറകിലുണ്ട്. ഇത് P2.5 ആണെങ്കിലേ 2.5 മീറ്റർ അപ്പുറത്തുനിന്നേ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതിന് ക്ലാരിറ്റി LED ഡോട്ട്സ് ഇങ്ങനെ കാണും. ഇതെങ്ങനെയാണ് നിങ്ങൾ ഫിറ്റിംഗ്സ് പരിപാടിയൊക്കെ നടക്കുന്നത്? ഇത് നമ്മള് MS ക്യാബിനറ്റ് ഉണ്ട്, അലുമിനിയം ഡൈകാസ്റ്റിംഗ് ക്യാബിനറ്റ് ഉണ്ട്. ഈ രണ്ട് തരത്തിലുള്ള ക്യാബിനറ്റിന്റെ മുകളിലാണ് നമ്മൾ ഇത് സെറ്റ് ആക്കാറ്. അതെ അതെ അതെ. ഇങ്ങനെ ഓരോ മൊഡ്യൂൾ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കും. ഇത് ഇൻഡോർ സാധനമാണെങ്കിൽ ഇങ്ങനെ സ്ക്രൂവിന് പകരം മാഗ്നറ്റ് സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഡയറക്റ്റ് ഔട്ട്ഡോർ വാളുകളാണെങ്കിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്താണ് നമ്മൾ വെക്കാറ്. രണ്ട് ടൈപ്പും ഉണ്ട്. മാഗ്നറ്റ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആണ് സർവീസ്, സ്ക്രൂ ആണെങ്കിൽ നമുക്ക് ബാക്ക് ഓപ്പൺ. ഈ കാണുന്നത് കോർണർ ടൈപ്പ് ക്യാബിനറ്റ് ആണ്. ഇതെന്തിനു വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്? ഇത് നമ്മള് സ്റ്റേജുകളില് പോഡിയം ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോർണർ വാളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രണ്ട് സൈഡിലും ഒരേ വീഡിയോ കാണാം. ഒരുമിച്ച് കാണണമെങ്കിൽ കാണാം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും കാണാം. ഈ കോർണർ ഉൾപ്പെടെ കാണണമെങ്കിൽ അങ്ങനെയും കാണാം. ഇതിലാണ് 3D വീഡിയോസ് നമ്മൾ സാധാരണ മാർക്കറ്റിൽ കണ്ടുവരാറ്. ഈ രീതിയിൽ സെറ്റ് ചെയ്യണം, L ഷേപ്പിൽ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കർവ് ഷേപ്പിൽ സെറ്റ് ചെയ്യണം. കർവ് ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ എളുപ്പം കൂടുതൽ ഫ്ലെക്സിബിൾ LED ആണ്. അതാണ് നമ്മളിപ്പോ കണ്ട ഫ്ലെക്സിബിൾ അല്ലേ, ഒടിക്കാനും മടക്കാനും ഒക്കെ പറ്റുന്ന LED. അതെ. ഇതാണ് നമ്മുടെ P4 ഔട്ട്ഡോർ LED വാള്. ഇത് നമ്മുടെ ഷോപ്പുകളുടെ മുമ്പിൽ വെക്കുക, പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥാപനങ്ങളുടെ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് P4. 4 മീറ്റർ ദൂരെ നിന്നാണ് ക്ലാരിറ്റി ഉണ്ടാവുക. ഇത് P3 ഔട്ട്ഡോർ ആണ്. ഇതിനേക്കാൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടിയതാണ് P3. അതെ അതെ. ഇത് വന്നിട്ട് P2.5 ആണ്. ഇത് ഇൻഡോർ ആണ്, ഔട്ട്ഡോർ അല്ല. ഉള്ളിൽ വെക്കുന്നത്. അതെ അതെ. ഇതിന്റെ ഔട്ട്ഡോറും ഉണ്ട്, ഇവിടെ ഡെമോയിലില്ല. ഇത് P1.8 ആണ്. ഓക്കെ, ഇതും ഇൻഡോർ ആണ്. മാളുകൾക്കുള്ളിലെല്ലാം ഉപയോഗിക്കുന്നത് P2.5. ഇപ്പൊ കണ്ടുവരുന്നത് 1.8ഉം ഇത് 1.5 ആണ്. ഇങ്ങനെയുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് P1.5. ഇത് നമ്മൾ ഈ ഇൻഡോർ വാളുകളായിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക്
വീടുകളിൽ ഹോം തിയേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. വലിയ സ്ക്രീൻ ഇത് ഉപയോഗിച്ച് നമുക്ക് വലിയ സ്ക്രീൻ സെറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് HDMI കണക്ഷൻ കൊടുക്കാം, ലാൻ കണക്ഷൻ കൊടുക്കാം, USB കണക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വൈഫൈ കണക്ഷനുകൾ ഉണ്ട്. ഇതിലേക്ക് ഇൻപുട്ട് മെത്തേഡുകൾ പലതുണ്ട്. ഇത് അഴിക്കാൻ എളുപ്പമാണ്. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വലിച്ചെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ട് അയച്ചെടുത്തു അല്ലേ? അതെ അതെ. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അയച്ചെടുക്കാൻ പറ്റും? അതിന് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ ഊരിപ്പോയാലേ ഇത് വർക്ക് ചെയ്യാതിരിക്കും, ഓഫ് ആവുള്ളൂ അല്ലേ? ഇതെല്ലാം മാഗ്നറ്റ് സ്ക്രൂ ആണ്. അതേപോലെ നമുക്ക് ഇത് തിരിച്ചു വെക്കാനും എളുപ്പമാണ്. കഴിഞ്ഞു? അതെ കഴിഞ്ഞു. ഇതിപ്പോ ഇടയിൽ നിന്ന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലാണ് ഈ ടൂൾ ഉപയോഗിച്ച് നമ്മൾ അയക്കുക. ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അയച്ചെടുക്കാം. അതിന്റെ കംപ്ലൈന്റ് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വെക്കാം. ഇത് LED സ്റ്റാൻഡിയാണ്. ഷോപ്പുകളുടെ എല്ലാം ഫ്രണ്ടിൽ വെക്കുന്ന സാധനമാണ്. ഇതിലിപ്പോ സ്ക്രോളിംഗ് ലെറ്റർ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ നമുക്ക് വലിയ വീഡിയോസും കാര്യങ്ങളും ആഡ് ചെയ്യാൻ ഈ സാധനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ഹൈറ്റിൽ ചെയ്യാൻ. അതെ അതെ അതെ, ഹൈറ്റിൽ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ഓരോ മൊഡ്യൂൾ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ വലിയ സ്ക്രീൻ ആക്കി നമുക്ക് മാളുകളിലൊക്കെ കാണുന്ന LED സ്ക്രീൻ ഉണ്ടാക്കുന്നത്, സ്റ്റാൻഡി ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ LED സ്ക്രോളിംഗ് ബോർഡാണ്. ഇത് റെഡ് കളർ ഉണ്ട്, യെല്ലോ കളർ ഉണ്ട്, ഗ്രീൻ കളർ, വൈറ്റ് കളർ, അങ്ങനെ എല്ലാ കളറിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ബൾബ് തന്നെ എല്ലാ കളറും കത്തുന്ന RGB അല്ലെങ്കിൽ മൾട്ടി കളറും അവൈലബിൾ ആണ്. ഇത് ഒരു കസ്റ്റമർ എന്താണ് എങ്ങനെയാണോ പറഞ്ഞത് സെറ്റ് ചെയ്തു. അതെ അതെ, അതായത് സൈസിൽ നമ്മൾ ചെയ്തു കൊടുക്കും. ഇത് കൂടുതൽ നമ്മൾ കടകളിലാണ്, ചെറിയ ഷോപ്പുകളിലാണ് ചെയ്യാറ്. ഇതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ബ്രൈറ്റ് വേ LED വേൾഡ് LLP എന്നാണ് കമ്പനിയുടെ പേര്. പക്ഷെ നമ്മൾ ബോളാർ LED എന്ന ബ്രാൻഡിലാണ് നമ്മൾ ഫിക്സഡ് വാളും ഇൻഡോർ വാളുകളും ചെയ്യുന്നത്. ഇതിന് പുറമെ ബ്രൈറ്റ് വേ ചെയ്യുന്നത് അഡ്വർടൈസിംഗ് ഫീൽഡിൽ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള മെഷീനറികളും, ഇമ്പോർട്ടഡ് മെഷീനറികളാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. എക്കോ സോൾവെന്റ് മെഷീന്, പ്രിന്റിംഗ് മെഷീനുകൾ, അതുപോലെ ലേസർ മെഷീനുകൾ, ഫൈബർ മാർക്കിംഗ് മെഷീനുകൾ, മെറ്റൽ മാർക്കിംഗ് മെഷീൻ, അങ്ങനെ നിരവധി ലേസർ മെഷീൻ, CNC മെഷീൻ മുതലായ എല്ലാ തരത്തിലുള്ള മെഷീനുകളും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിപണനം ചെയ്യുന്നുണ്ട്. അതും നിങ്ങളുടെ ആളുകൾക്ക് എത്തിക്കുന്നുണ്ട്? അതെ അതെ. ഓക്കെ. ഇതിപ്പോ ഈ ഒരു നമ്മൾ ഈ LED വാൾ ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ, ഇത് എവിടെ വരെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്? നമ്മൾ ഓൾ ഇന്ത്യ ചെയ്തു കൊടുക്കും. എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിൽ മാത്രമല്ല? അല്ല, എല്ലായിടത്തും നമുക്ക് ചെയ്യാം. ഓക്കെ. അത് നമ്മൾ വെഹിക്കിളിൽ ആയി കഴിഞ്ഞാലും റെന്റൽ ആണെങ്കിലും എല്ലാം ചെയ്യും? അതെ അതെ അതെ. ഏത് തരം റെന്റൽ നമ്മൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക, കേരളം, ഇത് റെന്റൽ അവിടെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഫിക്സഡ് വാൾ ആണെങ്കിൽ നമുക്ക് എവിടെയും ചെയ്യാം. ഇത് നമ്മുടെ എക്കോ സോൾവെന്റ് പ്രിന്റിംഗ് മെഷീൻ ആണ്. i3200 ഹെഡിലുള്ള നമ്മുടെ ഒരു മെഷീനാണ്. ഏറ്റവും ചെറിയ മുതൽ മുടക്കിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഓപ്ഷനാണ് i3200 ഹെഡിലുള്ള എക്കോ സോൾവെന്റ് പ്രിന്റിംഗ് മെഷീൻ. ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മൊത്തം സ്ഥാപനത്തിലെ സ്റ്റോക്ക്, അതുപോലെ തന്നെ AC, കമ്പ്യൂട്ടർ എല്ലാം ഉൾപ്പെടെ ഒരു 5 ലക്ഷം രൂപയിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റും. എത്രയാണ് ബ്രൈറ്റ് വേയുടെ വിശേഷങ്ങൾ? നല്ല അടിപൊളി കാഴ്ചകൾ നമ്മൾ കണ്ടല്ലേ? പല സ്ഥലങ്ങളും നമ്മൾ LED വാൾസ് കാണുന്നത്. ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്ത്, ഇതിന്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത് ഈ ഒരു വീഡിയോ കാണുമ്പോഴാണല്ലേ. ഞാനിവിടെ വന്ന സമയത്താണ് ഈ ഒരു LED വാൾസ് തന്നെ പല ടൈപ്പ് ഉണ്ടെന്ന് അറിയുന്നത്. അതായത് നമ്മൾ അടുത്ത് വന്ന് നോക്കിയാലും ദൂരത്ത് നോക്കേണ്ടതൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്ന സമയത്താണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതലായിട്ട് ഇനി എന്തേലും നിങ്ങൾക്ക് അറിയാൻ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിലായിട്ട് വിളിക്കുക, നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.